നമ്മുടെ തൃശ്ശൂർ വാട്ടർ ഷോ ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞ മോശമല്ലേ? ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ നെഹ്റു പാർക്കിലോട്ടാട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്കും 7:30ക്കും ആട്ടോ. ആദ്യം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു 7 മണി തൊട്ട് 7:30 വരെയാണെന്നുള്ളത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് 7 മണിക്ക് ഒരു ഷോയും 7:30ക്ക് ഒരു ഷോയും ആണെന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് കണ്ടോക്കാം. വളരെ പണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കളിക്കാനും. തൃശ്ശൂർ ജനിച്ചിട്ട് ആരാല്ലേ ഈ പാർക്കിലോട്ടൊക്കെ വരാത്തത്? പാർക്കിന് എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നേരം പോക്കിന് ഇവിടെ വരാനും ഒരു വാക്കിംഗ് ഒക്കെ നടത്തി മൈൻഡ് റിലാക്സ് ചെയ്ത് പോകാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് തന്നെയാട്ടോ. കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൗണ്ട് അബൌട്ടും ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റൗണ്ട് അബൌട്ടും ആട്ടോ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട്. തൃശ്ശൂരിന്റെ ഒറ്റ നടുക്കിലുള്ള ഈ സ്വരാജ് റൗണ്ട് ഒരു ഹിൽ റോക്കിന്നാട്ടോ ഉത്ഭവിച്ച് വന്നേ എന്ന് ആലോചിക്കണം. കുറെ അധികം രാജാക്കന്മാരെല്ലാരും ഭരിച്ചു പോയെങ്കിലും കൃത്യമായ ഒരു സിവിലൈസേഷൻ ഈ നാട്ടിന് വന്നത് നമ്മുടെ ശക്തൻ തമ്പുരാൻ വന്നതിന് ശേഷമാട്ടോ. പറഞ്ഞ് ഞാൻ വാട്ടർ ഷോയുടെ കാര്യം മറന്നു. ഇവിടത്തെ പണ്ടത്തെ ഈ വലിയ സ്ലൈഡൊക്കെ ആയിരുന്നു എന്റെ ഒരു ഓർമ്മ. ഞങ്ങൾ അവിടെ നിന്ന് ആടിപ്പാടി പതുക്കെയൊക്കെ ആയിരുന്നു വരുന്നുണ്ടായിരുന്നെ. ദൂരെന്ന് എനിക്കൊരു ശബ്ദം കേൾക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മുടെ ഷോ തുടങ്ങിയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല ഓട്ടം അങ്ങോട്ട് ഓടി. അങ്ങനെ ഗൈസ് ഓടിച്ചാടി ഇതേ നമ്മള് എത്തിയിട്ടുണ്ട് വാട്ടർ ഷോന്റെ അടുത്തായിട്ട് തന്നെ. ഇവിടെ അധികം ആൾക്കാരെ ഒന്നും അങ്ങനെ കാണുന്നില്ല. നമ്മുടെ എൻട്രൻസിന്ന് കുറച്ച് കേറി ഉള്ളിലോട്ടായിട്ടാണ് കേട്ടോ ഈ വാട്ടർ ഷോ നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ചെന്ന് കണ്ടു നോക്കാം ഷോ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നൊക്കെ കേട്ടോ. അത്യാവശ്യം കുറെ ആൾക്കാർക്ക് അവിടെ സുഖമായിട്ട് ഇരുന്ന് കാണാനൊക്കെ പറ്റൂട്ടോ. അങ്ങനത്തെ രീതിയിലാണ് അവർ ആ സ്റ്റേജ് പണിതേക്കണത്. പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടിരിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഷെഡും കാര്യങ്ങളൊന്നുമില്ല. ഷാർപ്പ് 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്ക് തന്നെ തുടങ്ങും ഗൈസ്. അതെനിക്ക് മനസ്സിലായി. ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വാട്ടർ ഷോ ആട്ടോ ഇത്. ഒരു കുഞ്ഞു വാട്ടർ ഷോ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്. എസ്പെഷ്യലി രാത്രി 7 മണിക്ക് ഇരുന്ന് കാണുമ്പോൾ ആ ഇരുട്ടത്ത് അവർക്കൊരു പുതിയ ഒരു അനുഭവമാണ്. അത് നമ്മുടെ തൃശ്ശൂരുണ്ടായിട്ട് നമ്മൾ പിള്ളേരെ കാണിച്ചില്ല അല്ലെങ്കിൽ നമ്മ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അപ്പൊ അതൊന്ന് നമുക്ക് ഇരുന്ന് കണ്ടാലോ? എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളും ആ സൈഡിൽ ഇരുന്ന് അങ്ങോട്ട് ആസ്വദിക്കാന്ന് വിചാരിച്ചു. ഞാൻ ദേ ഇവിടെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഇരുന്ന് കാണുക എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. നമുക്ക് കാണുമ്പോഴും നല്ല രസമുള്ളൊരു നല്ല കുഞ്ഞ് രസമുള്ള വാട്ടർ ഷോ ആയിരുന്നു. പല തരത്തിലൊക്കെ അവര് പല പാറ്റേൺസിലൊക്കെ ആയിട്ട് അവര് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ആ പരിസരം ഫുള്ള് ഒന്നും സ്കാറ്റർ ചെയ്യാണ്ട് നല്ല വൃത്തിക്കായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും, എല്ലാം നല്ല വൃത്തിയിലാന്നുള്ളത്. മുമ്പ് ഒരിക്കലും ഈ വാട്ടർ ഷോ ഉണ്ടായിട്ട് പിന്നെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നിന്നുപോയി. പിന്നെ ഒരു മെയ് മാസമൊക്കെ ആയപ്പോഴാണ് ഇത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മളിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ വാട്ടർ ഷോനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. 7 മണിക്കും 7:30ക്കും ആയിട്ട് ഒരു 10 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ഈ 2 വാട്ടർ ഷോ നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 7 മണിക്കുള്ള ഷോ കഴിഞ്ഞ് എല്ലാവരും നല്ല എനർജിയോടും ഹാപ്പിയോടും കൂടിയാണ് ഇറങ്ങിയത്. ഇറങ്ങുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അവിടെ വെച്ച് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് ഡസ്റ്റ്ബിൻസ് ഇഷ്ടം പോലെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് തന്നെ നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ടിക്കറ്റിന് റേറ്റ്, വേറെ ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണവർക്ക് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സംഭവം നമുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൽ പരം വേറെ സന്തോഷം എന്താണുള്ള. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് എന്നെ പോകുന്നോളൂ. വന്നപ്പോ നമ്മൾ ഓടി വന്നോണ്ട് തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് ആസ്വദിച്ച് പോവാന്ന് വിചാരിച്ചിട്ടോ. അത് ഈ പോണ വഴി നല്ല ഒരു വലിയൊരു മരം ഞാൻ കണ്ട്. ഇതിന്റെ മരമാണോ അതോ ഒരു ചെടി വലുതായി നിൽക്കണതാണോ എന്നൊന്നും എനിക്കറിയില്ല. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ്. ഏതോ ഒരു ജംഗിളിലൊക്കെ വളരുന്ന പ്രത്യേക തരം ചെടികൾ, അങ്ങനെ ഒരുപാട് ബുഷസ് ആയാലും അവർ കട്ട് ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടത് ഈ വോക്കേഴ്സിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കേട്ടോ. ആ പ്രായത്തിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ റൗണ്ടിലായോണ്ട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ബസ് ഇറങ്ങാനും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സൗകര്യം വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയപ്പോ ഇവിടെ ആയിട്ടൊരു ചേട്ടനും അനീതിയും കളിക്കണം ഞാൻ കണ്ടു കേട്ടോ. അവര് കളിക്കണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. ചേട്ടൻ അവളെ പഠിപ്പിച്ചു കൊടുക്കായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ ആ റോപ്പിന്റെ അവിടേക്ക് പോയിട്ടോ. റോപ്പിന്റെ അവിടെ പോയപ്പോ രണ്ടുപേരും നല്ല ധൈര്യത്തിലാണ് കയറിയതെങ്കിലും പെൺകുട്ടി കുറച്ച് അപ്പുറത്തോട്ട് ചാടാൻ വേണ്ടി പേടിച്ചിട്ടോ. ശരിക്കും എന്നെ പോലെ തന്നെയായിരുന്നു. എനിക്കും ഭയങ്കര ആവേശമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ മേലെ എത്തിക്കഴിഞ്ഞാലാണ് തിരിച്ചപ്പുറത്തോട്ട് ചാടാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക. ആളുടെ ചേട്ടനാണെങ്കിൽ ഭയങ്കര ഉഷാറായിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത് ഇറങ്ങി കേട്ടോ. പിന്നെ കുറെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കളിക്കണ സമയത്ത്, അതായത് ഞാനൊരു 3-ലൊക്കെ ഉള്ളപ്പോ കാണാത്ത കുറെ ഐറ്റംസ് ഒക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബോൾ പോലത്തെ സാധനം തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്താ ചെയ്യുക, വെറുതെ കയറി പോയാൽ മതി. കൂടുതൽ ഞാനതിൽ പൊത്തിപ്പിടിച്ച് കയറി എന്റെ ആരോഗ്യം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു രാത്രി 8 മണി വരെ ഓപ്പൺ ആട്ടോ. പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. സമയമാകുമ്പോ അവര് തന്നെ നമ്മൾ പുറത്താക്കിക്കോളും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്ക് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ മക്കളെ.